മറ്റൊരു BJP സ്ഥാനാർത്ഥി കൂടി വിജയത്തിലകം അടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതെ, ചെങ്കോട്ട തകർന്ന് വീണിരിക്കുന്ന ഇടവക്കോട്. അത് പറയുന്നത് ചെങ്കോട്ട തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ മുന്നേറ്റങ്ങൾക്കൊരു സാധ്യതകളിൽ വലിയ മുന്നേറ്റങ്ങൾ ഒന്നുകൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രദീപ്, പല CPM സീറ്റുകളും BJP പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. നമ്മൾ ചില സീറ്റുകളുടെ പേരുകളിലേക്ക് പോവുകയാണെങ്കിൽ ചന്തവിള സീറ്റിൽ BJP അവിടെ മുന്നിട്ട് നിൽക്കുകയാണ്. CPIയുടെ സിറ്റിംഗ് സീറ്റ് എംബിനു നേരത്തെ ജയിച്ചിരുന്ന സീറ്റ് അതോടെ BJP മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ ഇടവക്കോട് വാർഡിൽ LS സാജു നേരത്തെ ജയിച്ചിരുന്ന വാർഡ്, CPMന്റെ LS സാജു നേരത്തെ ജയിച്ചിരുന്ന ഇടവക്കോട് വാർഡ് അതിപ്പോൾ BJPക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. ഹാർബർ വാർഡിൽ BJPയുടെ മുന്നേറ്റമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അതിന് പോർട്ട് വാർഡ് എന്നുള്ളതാണ് പേര്. നേരത്തെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഹാർബർ വാർഡ്, നമുക്കറിയാം. അവിടെയും BJP ഇപ്പോൾ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ പുതിയ സീറ്റുകളായ ചേങ്കോട്ടുകോണം, കരിമമൊക്കെ BJP പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളത്. ഒപ്പം മറ്റു ചില വാർഡുകൾ കൂടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഞാണ്ടൂർ കോണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതോടൊപ്പം ഞാണ്ടൂർ കോണം CPIയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. ആ സീറ്റ് BJP പിടിച്ചടക്കിയിരിക്കുന്നു. പൂങ്കുളം വാർഡ് CPIന്റെ സീറ്റാണ്, അവിടെ BJP മുന്നിട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീവരാഹം CPIയുടെ സീറ്റായിരുന്നു. ശ്രീകണ്ഠേശ്വരം കഴിഞ്ഞ ബൈ ഇലക്ഷൻ നഷ്ടമായ സീറ്റ് അത് BJP തിരിച്ചു പിടിച്ചിരിക്കുന്നു. അങ്ങനെ CPMന്റെ കോട്ടകളിൽ കയറി, ഇടതുമുന്നണിയുടെ കോട്ടകളിൽ കയറിയാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദീപ്, പ്രജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇതാണ്. ഇനിയുള്ള വാർഡുകളും പ്രജിത്തും ശാലിനിയും വിനീഷും ഒക്കെ നോക്കേണ്ട ഒരു കാര്യം, ഇനി എണ്ണേണ്ട അതല്ലെങ്കിൽ ഇനി ഫലസൂചനകൾ വരേണ്ട, ലീഡ് നില വരേണ്ട വാർഡുകളൊന്ന് എടുക്കണം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. നിലവിലുള്ള സീറ്റുകളിൽ വെല്ലുവിളി നേരിട്ട ചാലയടക്കം നിലനിർത്തുകയും ഞാണ്ടൂർക്കോണം, ഇടവക്കോട്, കരുമം തുടങ്ങിയ കോട്ടകൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. CPMന്റെ CPIയുടെയും ബൈ ഇലക്ഷനിൽ കൂടിയാണെങ്കിലും പിടിച്ചെടുത്തിരുന്ന ശ്രീകണ്ഠേശ്വരം തിരിച്ചു പിടിച്ചിരിക്കുന്നു, ശ്രീവരാഹം പിടിച്ചിരിക്കുന്നു. അങ്ങനെ നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് CPMന്റെ ഇടതുമുന്നണിയുടെ കോട്ടകൊത്തളങ്ങളിലേക്ക് കയറുന്ന ഇതൊരു സൂചനയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി BJP NDA കോർപ്പറേഷൻ ഭരണത്തിലേക്ക് വന്നേക്കാം. പാലക്കാട് നഗരസഭയിൽ നിന്ന് അപ്ഡേറ്റ് ഉണ്ട്. ഇ കൃഷ്ണദാസ് വിജയിച്ചു, വാർഡ് 44. പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ കൂടിയാണ് ഇ കൃഷ്ണദാസ്, വിജയിച്ചിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. പാനൂർ മുനിസിപ്പാലിറ്റിയിൽ BJP 4 സീറ്റുകളിൽ മുന്നോട്ട് പോകുന്നു. കൊല്ലം കോർപ്പറേഷനിൽ വീണ്ടും BJPയുടെ വിജയം. ഉളിയക്കോവിൽ ഡിവിഷൻ നിലനിർത്തിയിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി സന്ധ്യ സജീവാണ് വിജയിച്ചിരിക്കുന്നത്. തളിപ്പറമ്പിൽ, കണ്ണൂരിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ നടക്കുന്നത്. ഒരുപക്ഷെ MV ഗോവിന്ദ മാഷൊക്കെ താത്വികമായി പലതും ഇനി ആലോചിച്ച് വിലയിരുത്തേണ്ടി വരും. തളിപ്പറമ്പിൽ 3 സീറ്റുകൾ BJP ലീഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലം കോർപ്പറേഷന്റെ BJPയുടെ ഒടുവിലത്തെ വിജയം 928 വോട്ടുകൾക്കാണ്. തിരുവനന്തപുരം വർക്കല നഗരസഭ 6 വാർഡുകളിലാണ് BJPയുടെ മുന്നേറ്റം. എല്ലാ ഫോക്കസും പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തന്നെയാണ്. 28 ലീഡ് ഉയരുന്നു. തിരുവനന്തപുരം നഗരസഭ 28 NDA, 15 LDF, 13 UDF ഒരല്പം നിലമെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. 2 മറ്റുള്ളവർ കാണുന്നു. അതിലൊന്ന് കണ്ണമ്മൂല വാർഡിലെ സ്വതന്ത്രൻ, മറ്റൊന്ന് ഏതാണെന്ന് നമുക്ക്